ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് കുറച്ച് ദിവസത്തെ വെക്കേഷൻ എടുത്ത് തായ്ലൻഡ് വന്നിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഇൻ തായ്ലൻഡാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു പട്ടായയിലാണ് ആദ്യം വന്നിരിക്കുന്നത്. പട്ടായയിലെ ഒരു ഹോട്ടലാണ് ഇത്. അപ്പം ഇന്ന് ഞങ്ങളുടെ ഒരാഴ്ചത്തെ ടൂർ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം ഞങ്ങൾ പോകുന്നത് വേൾഡിൽ തന്നെ നമ്പർ 1 ആയ ഒരു ഡിസ്കവറി ജെം എന്ന് പറഞ്ഞ നമ്മുടെ ജെം സ്റ്റോണൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു വേൾഡിൽ തന്നെ 10 എണ്ണത്തിലൊന്നാണ് ട്രോപ്പിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ഈ എലിഫൻറ്റ് സഫാരിയും അങ്ങനെയുള്ള വലിയൊരു ഗാർഡനും എല്ലാം ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ. അതിമനോഹരമായ ഹോട്ടലാണ് ഇത്. നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടായയിലെ നമ്മുടെ ഒരു ബീച്ചിൻ്റെ സൈഡിലാണ് ഈ ഹോട്ടലുള്ളത്. പകലൊക്കെ ഇങ്ങനെ ആകെ ശാന്തമാണ്. പകൽ റോഡിലൊന്നും അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇവിടുത്തെ ഏറ്റവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ലൈഫാണ്. ഇവിടുത്തെ പട്ടായയിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നൈറ്റ് ലൈഫാണ്. നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻസാണ് ഏറ്റവും കൂടുതലും ഇവിടെ വരുന്നത് തന്നെ. അപ്പം ആകെ ഒരു ഫുൾ വൈബാണ്. നമ്മൾ ഇവിടെ ഇഷ്ടംപോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റും എല്ലാം കണ്ടു. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് പട്ടായയിലെ ഈ റെസ്റ്റോറൻറ്റ് ഈ ഹോട്ടലിൽ നിൽക്കുന്നത് അങ്ങനെ ഒരു പ്ലേസിലാണ്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ദിവസത്തെ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്തൊരു ഇവിടെ എന്ത് സംഭവം അറിയത്തില്ല. നമ്മളെ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തി. ഇതെന്തുകൂടി സംഭവം ഇത് അകത്ത് പോയാലേ അറിയത്തുള്ളൂ. ക്യൂ നിൽക്കുന്നുണ്ട്. നമ്മളെ നേരെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ക്യൂവിലോട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പം ഇനി എന്താണെന്ന് അവിടെ നോക്കിയിട്ട് പറയാം. അപ്പോൾ നമ്മളിവിടെ ഒരു റൈഡിന് വന്നതാണ്. ഇതെന്തോ എനിക്ക് അറിയത്തില്ല. നമ്മൾ ഇരുട്ടൊക്കെ ഇവിടുത്തെ ജെം സ്റ്റോണൊക്കെയാണ്.是它宝石的一个首饰啊，这个制作的过程，它有镶嵌它主要就展示的一个镶嵌手法啦。待会你们在里面看到任何一款戒指大小不合适的，可以在现场拍到。ഇതാണ് ജെംസൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ്. Go, go, go. Fantasy cards. ഇങ്ങനെ വെറൈറ്റി ടൈപ്പുള്ള ഒത്തിരി ഇങ്ങനെ പേള് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവർ മാക്സിമം നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും. എന്തോ ചെയ്യാറാണ്. സോ ഇതാണ് നമുക്ക് ഇത് ജെൻസിൻ്റെ സെക്ഷനാണെന്ന് തോന്നുന്നു. ലേഡീസിനുള്ള സെക്ഷന് വേറെ ഉണ്ട്. ഇത് അങ്ങനെ നമ്മള് ജമ്മിന്റെ കുറച്ച് ഇതൊക്കെ കാണിച്ചിട്ട് അവസാനം ജമ്മു മേടിക്കേണ്ട അവസ്ഥയായി. അതെ, ഇത് ഭയങ്കര ചതിയാ. ഇവിടെ വരുന്നവരുണ്ടല്ലോ
ഇവര് എന്താ ഇവിടുത്തെ ഡയമണ്ട്സ് എല്ലാം കാണിക്കും, ജെംസ് കാണിച്ചിട്ട് അവസാനം നമ്മൾ ഇവരെ കൊണ്ടുവന്ന് വാങ്ങിപ്പിക്കും. ഇത് ഭയങ്കര ചതിയായിപ്പോയി. അപ്പം നമ്മുടെ ബർത്ത് സ്റ്റോൺ എന്താ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കൊടുത്ത മന്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള അവർ എടുത്തു തരും. തായ്ലൻഡ് വരുമ്പോൾ ഒരിക്കലും കയറാൻ പെണ്ണുങ്ങളുകൊണ്ട് കയറില്ല ഈ സ്ഥലത്ത്. മനുഷ്യരെ കൊല്ലുന്ന ഒരു സ്ഥലമാണ് ഇത് കേട്ടോ. ഇത് നമ്മൾ ചുമ്മാ കാണാൻ കയറിയതാ, പക്ഷെ കാണാൻ കയറിയിട്ട് അയ്യോ നല്ല പൈസ ആയിപ്പോയി. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഇത് കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മളെ കൊണ്ടുവന്ന ഹോട്ടലിൽ നിന്ന് അവർ വന്ന് പിക്ക് ചെയ്ത് തിരിച്ച് അടുത്ത സ്ഥലത്തോട്ട്. അടുത്ത എങ്ങോട്ട് പോകുന്ന റിജോ? അടുത്ത എങ്ങോട്ടാ പോകുന്നത്? എവിടെ പോകുന്ന ഷീന? നോങ്കൂർ ബീച്ചില്ല. അവിടെ എന്തുള്ളേ? അപ്പൊ എല്ലാരും കേറിക്കോ അടുത്ത സ്ഥലത്തോട്ട്. ആ ബാക്കിൽ ഇരുന്നവര് പിള്ളേരെല്ലാം ബാക്കിലോട്ട്, വലിയവരെല്ലാം ഏറ്റവും ഫ്രണ്ടില്, പ്രായം കുറഞ്ഞവര് നടുക്ക്. അപ്പൊ ഇനി അടുത്ത സ്ഥലത്തോട്ട്. ലെക്ക് കൂടുന്നുണ്ടോ? ഞങ്ങളുടെ പാക്കിങ് വരെ ഭയങ്കരമായിരുന്നു. അവര് തന്ന പാക്കിങ് ഫ്രണ്ട് ഇരിക്കണ്ടായിരുന്നു. അപ്പൊ ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ സ്ഥലം ഇത് വലിയൊരു ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ്. അപ്പോൾ ഈ ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിൽക്കുമ്പോൾ വിജയ്ക്ക് എന്താണ് പറയാൻ? ഫ്രണ്ട് ഇരുന്നാൽ നമുക്ക് നല്ലതായിട്ട് വ്യൂ കിട്ടിയ അമ്പലമായിരിക്കും. പക്ഷെ തായ്ലൻഡ് നമ്മൾ പ്രതീക്ഷിച്ചാലും അല്ലയോ? സൂപ്പർ അല്ലേ റിജ? മറ്റേതാണ് കുറച്ചുകൂടെ എന്റെ മനസ്സിലോട്ട്. ടൈഗർ സൂ പോണം. നമ്മുടെ നാട്ടിലിരിക്കുന്ന വാഴ, പന, അതെ അതെ അതെ. ബ്യൂട്ടിഫുൾ. എല്ലാം ഉണ്ട്. ഇത് ബൊട്ടാനിക്കൽ ഗാർഡനിലോട്ട് പോകുന്ന വഴിയാണ്. അതേ ഉള്ളു. ഈ റിജോ ത്രൂ ആണ് ഞങ്ങൾ ഇതെല്ലാം പട്ടായ പോകാൻ എല്ലാത്തിനും മാസ്റ്റർ ബ്രെയിന്. അതെ അതെ, റിജോയാണ് ഞങ്ങളുടെ ടീം ലീഡർ. റിജോയ്ക്ക് പട്ടായ വരണം എന്നുള്ള വെള്ളയാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. ഇതിന്റെ എല്ലാം പൂർണ്ണ ക്രെഡിറ്റും കോർഡിനേഷനും എല്ലാം റിജോ തന്നെയായിരുന്നു. അപ്പം ഞങ്ങള് റിജോയെ മനസ്സിലാക്കാത്തവരാണെങ്കിൽ നോക്കിക്കോളൂ. റിജോ കൊണ്ട് തിരിഞ്ഞ് ഇതാണ് റിജോ വർഗീസ്. റിജോ തോമസ് അല്ല, റിജോ തോമസ്. റിജോ വർഗീസ് എന്റെ ഫ്രണ്ട്. വേറെ ഇതാണ് റിജോ വർഗീസിന്റെ വൈഫ്. റിജോ തോമസിന്റെ വൈഫ് ഷീല ചെറിയാൻ. ഇയാള് എന്ത് മറ്റേ സാധനം കനബീസ് അടിക്കുന്നതിന് മുന്നേ കിളി പോയി. പട്ടായയിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ പല സ്ഥലത്തിലുള്ള ഇതുണ്ടോ, എല്ലാ ടൈപ്പിലുള്ള എന്റർടൈൻമെന്റ്സ് നിങ്ങൾക്ക് പട്ടായ ബാങ്കോക്ക് വന്ന്.
നമ്മൾ അതിന്റെ മെയിൻ എൻട്രൻസ് കയറി. ഈ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് നമ്മുടെ വണ്ടി ഉണ്ടല്ലോ. വാവ്, ഇത് സൂപ്പർ ആട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ബോഗൺവില്ലയൊക്കെ അവരെന്ത് അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചത്. നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ടല്ലോ. നൈസ്. നോക്ക് പട്ടായ ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ. അപ്പോൾ അവിടെയാണ് നമ്മൾ വലിയൊരു എക്സിബിഷൻ സെന്ററിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതെല്ലാം വന്ന് കണ്ടിട്ട് തിരിച്ച് ഈ വണ്ടിയിൽ തന്നെ തിരിച്ച് കയറാവുന്നതാണ്. അപ്പോൾ ഇന്ന് മൊത്തം പട്ടായ, ഇന്നും നാളെയും പട്ടായ, മറ്റന്നാൾ ഞങ്ങൾ നേരെ ബാങ്കോക്ക്. ഇത്രയൊക്കെ കണ്ടാലും നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് കാണുമ്പോൾ വല്ലാത്തൊരു ഇതാണ്. നമ്മൾ നേരെ മെയിൻ എൻട്രൻസിലോട്ട് പോവാം. ഇന്ത്യൻ ഫ്ലാഗ് അല്ലേ? നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ നാടിന്റെ ഫ്ലാഗ് കണ്ടു കഴിഞ്ഞാല് ഭയങ്കര വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത് അല്ലേ ചേച്ചി? എല്ലാം നല്ല ഓർഗനൈസ് ചെയ്തേക്കുന്നതെല്ലാം. ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡുണ്ട്, ഇവിടുത്തെ ഏരിയയാണ്. അപ്പം അവരാണ് നമ്മളിവിടെ എല്ലാം കൊണ്ടുവന്ന് എല്ലാം ചെയ്ത്, നമ്മൾ ഓൾറെഡി ഇവിടെ എല്ലാം പേ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇവിടെ വരിക, അവരവിടെ കൊണ്ടുവന്ന് നമ്മളെ കയറ്റി വിടും. എന്നിട്ട് അവരിവിടെ വെയിറ്റ് ചെയ്യും നമുക്ക് വേണ്ടി. നമുക്ക് അപ്പണ് വെയിറ്റ് ചെയ്യും. ഇതാണ് മെയിൻ ഗാർഡൻ സെന്റർ ഇവിടുത്തെ. പിന്നെ അകത്തോട്ടൊക്കെ എന്തൊക്കെ പരിപാടിയും നമുക്ക് ഉള്ളിൽ പോകുമ്പോൾ കാണാൻ പറ്റും. ഇതിനോട് അഭിപ്രായം കൊണ്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ? അടിപൊളിയല്ലേ? ഇനിയും വരുമോ? ഇനിയും പുക്കറ്റില് ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ പുക്കറ്റ് കയറുന്നതായിരിക്കും. ഈജിപ്ത് പോയിട്ട്. അതെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മളിവിടെ വന്നതില് നമ്മളിപ്പോ ഒരു റെസ്റ്റോറൻറ്റിൽ പോയാലും എവിടെ പോയാലും ഇന്ത്യൻസിനെ കൊണ്ടല്ലേ? അതന്നെ, ഇന്ത്യൻസ് ഇഷ്ടംപോലെ ഇവിടെ വരുന്നുണ്ട്. എസ്പെഷ്യലി എനിക്ക് തമിഴ്നാട്ടിൽ നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ കയറി, അവിടെ തെലുങ്കിലും നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ കയറി, അവിടുത്തെ മെനു തന്നെ പൊങ്കലല്ലേ? സാമ്പാർ, പൊങ്കല്, വട എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇന്ത്യൻസ് നല്ല രീതിയിൽ ഇവിടെ വരുന്നുണ്ട്. കൊണ്ട് ഇഷ്ടപ്പെട്ടോ? പ്രതീക്ഷിച്ച ഇത്രയും വീഡിയോസിലൊക്കെ കാണുന്നല്ലേ കുറെ എന്തൊക്കെയോ ഉണ്ടെന്ന്. ഇനി നമുക്ക് ജ്യൂസ് കുടിച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് പോവാം. എനിക്ക് തോന്നുന്നു ഇത് നല്ല വെയിലുണ്ട് ഇപ്പം, നമ്മൾ നല്ല ദാഹമുണ്ട്. അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കൂ, ഇവിടെ ഇപ്പം ഈ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല സമ്മറിൻ്റെ അങ്ങ് പീക്ക് ടൈമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഇതുണ്ട്, ടയേർഡാവും നല്ലതായിട്ട്. ഇനി ഇവിടെ ഇതിനകത്ത് ഒത്തിരി കാണാനൊക്കെ ഉണ്ട്. ഇതിനകത്ത് പിള്ളേർക്കുള്ള എല്ലാ പരിപാടികളൊക്കെ ഉണ്ട്. എന്താന്ന് അറിയത്തില്ല, കയറി നോക്കണ്ടല്ലോ. ഇതിൻ്റെ പേരെന്താ പറയുക? ഇതിൻ്റെ പേര് സർബത്ത്, ലൈം സർബത്ത് സോഡ. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട് ലൈം സർബത്ത് സോഡ. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നല്ല ഒത്തിരി മധുരമൊന്നുമില്ല, നല്ല സൂപ്പറാ. നല്ലല്ലേ? നമുക്ക് നല്ലൊരു റിഫ്രഷിങ് ഇതാ അല്ലേ? സൂപ്പർ. ചൂടിൻ്റെ ഒരു ആശ്വാസം നല്ലതാ. അപ്പൊ ഇതിനകത്ത് കേട്ടിട്ടാ കാണാം. ഓക്കെ, അപ്പൊ ഇതിന്റെ പേര് നോങ്നൂഷ് ട്രോപ്പിക്കൽ ഗാർഡൻ. നോങ്നൂഷ് ട്രോപ്പിക്കൽ ഗാർഡൻ ഇത് വേൾഡിലെ
10 ഗാർഡൻസിൽ പെടുന്ന ഒരു ഗാർഡനാണിത്. ഇത് അത്രയ്ക്ക് ഭയങ്കര വലുതാണ്. നമ്മളിതൊരു എൻട്രൻസിൻ്റെ അവിടെയാണ്. ഭയങ്കര തിരക്കുമാണ് ഇവിടെ കാണാനുണ്ടെങ്കിൽ, നല്ല തിരക്കുമാണ്. ഇത് നമ്മുടെ ക്യാറ്റസാണ്, നാട്ടിൽ നിൽക്കുന്ന കല്ലും ഒരു ചെടി എന്ന് പറഞ്ഞ ഐറ്റംസ് ആണ് ഇവിടെ കുറേ നിൽക്കുന്നത്. ഇത്രയും വലിയ കള്ളുമൂടി ചെടി നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇത്ര ഇല്ലേ? അതിൽ പെടുന്ന ഒന്നാണത്. പക്ഷെ അതുപോലെ സെറ്റപ്പ് അല്ലയോ, എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത്. അതെ, അതുകൊണ്ട് എലിഫന്റ് ജിൻസി. ടൂറിസത്തിന് അങ്ങേവരും ഭയങ്കര ഇത് ചെയ്യുന്നു.ไอติมเป็นแล้วมันใส่ได้ครับ10 บาท 20 บาทยืนใส่มือในจานเลยด้วยแม่เด้อแม่หมดก็เอาไปใส่ที่ไหนจานเลยครับที่ในจานเลยครับപൈസ കൊടുക്കണം കേട്ടോ, കൊടുക്കണോ? അതുകൊണ്ട് അമ്മമാര് തുമ്പിക്കൈ വെച്ച് കൊടുക്കുന്നുണ്ട്. ടച്ച് ചെയ്തു, ടച്ച് ചെയ്തു. ഇവിടെ വേറെ സംഭവം കണ്ടോ? നമ്മളിവിടെ നിന്നിട്ടേ അവര് നമ്മളെ ബൈൻഡ് ചെയ്തില്ല, ഇന്ത്യക്കാരെ ബൈൻഡ് ചെയ്തില്ല. മോതിരം ഉണ്ടാക്കാൻ ആനവാല് വേണോന്ന് ചോദിക്കുന്നു. അത് ഇംഗ്ലീഷുകാരുടെ പുറകെ മാത്രമേ ഉള്ളൂ. ഓ 70 ബസ് ഭാഗത്ത് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കണോ? ആര്? ഒരാൾക്ക് 70 ഭാഗത്ത്. നമ്മളിതെല്ലാം കണ്ട് ആസ്വദിച്ച് പോയാൽ മതി. ഫോട്ടോ ആനയുടെ കൂടെ ഫോട്ടോ എടുക്കും. ഇത് പിടിയാനകളാണ്. നമ്മുടെ നാട്ടിൽ നല്ല കൊമ്പനാനകളെ കൊണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അല്ല എൽവിൻ, ടച്ച് ചെയ്തു. വേണ്ട മതി പോ. കൊടുക്കണം വിറ. Take my hand. Photo. Take my hand. Photo elephant. ഫോട്ടോ എടുത്തത്. അടുത്ത നമ്മൾ ഈ ബസ്സിലല്ലേ കയറാൻ പോന്നേ. ആനയൊക്കെ ഭയങ്കര സൈസുള്ള ആന. എന്റെ സ്റ്റിക്കറൊക്കെ പോയി. ടച്ച് ചെയ്യല് വിട്. എന്തിനാട്ടപ്പാ ഇത് ബൈ ടിക്കറ്റാണ് നമുക്കിവിടെ. നമ്മൾ ഈ ബസ് കയറിയാണ് എന്തോ ഒരു സ്ഥലം കാണാൻ വേണ്ടി പോവാണ്. ഇനി പോകുമ്പോ നോക്കാം എന്തുവാണ്.
ഇപ്പോൾ ഈ സീസൺ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കാണ്, ബിസി ടൈമാണ്. നമ്മളിനി അടുത്ത് ഈ ബസ്സെ കയറി ഇങ്ങോട്ടോ ഒരു നമ്മളെ കൊണ്ടുപോവാണ്. നമ്മൾ ഇതിനെല്ലാം നേരത്തെ ടിക്കറ്റ് എടുത്തുകൊണ്ട് Yeah, ticket yellow, but yellow? Yes. And for the show, 1:30 p.m. and for the lunch and for the bus. All right. Right here? Yes. Right here. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ ടിക്കറ്റ് എടുത്തുകൊണ്ട് നമുക്ക് ഇനി വേറെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മളിവിടെ സെപ്പറേറ്റ് ഇവിടെ വന്ന് എടുക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ രീതി. അപ്പോൾ നമ്മളിനി അടുത്ത ബസ്സിൽ കയറി നമുക്കിവിടെ എലിഫന്റ് ഷോ ഉണ്ട്. ഡ്രൈവർ അങ്കിള് വന്നു, നമ്മൾ പോവാണ്. ജിൻസി ഫുള്ളായിട്ടേ പോകത്തുള്ളൂ. ഓരോ പേര് ഗ്രൂപ്പായിട്ട് വന്ന് അവരെ എല്ലാവരും ഒരു വണ്ടി കയറും. അല്ലാത്തവർ കപ്പിൾസായിട്ട് വന്നവർ അതിൻ്റെ കൂടെ ഇടിച്ച് കയറും. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. എങ്ങോട്ടൊക്കെയാണ് പോകാൻ അറിയത്തില്ല. ഫസ്റ്റ് എലിഫന്റ് ഷോ ഉണ്ട്, ഡൈനോസർ ഷോ ഉണ്ട്. അയ്യോ, എലിഫന്റ്. എലിഫന്റ് ആന. അപ്പുണ്ണി പിടിച്ചിരുന്നു. നമ്മളിവിടുന്ന് മെയിൻ ഇനി എതിരോട്ട് കയറുക. അത്രയും വന്നു. ഇവിടെ എന്താണെന്ന് എനിക്കറിയത്തില്ല, നോക്കാം ഇവിടെ എന്താണെന്ന്. ബൊട്ടാണിക്കൽ ഗാർഡൻ ആയിരിക്കും ഇതിൽ പോകുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എലിഫന്റ് ഷോയും ഉണ്ട്. തിരിച്ചു വന്നിട്ടാണ് എലിഫന്റ് ഷോ. ഇത് ഗാർഡൻ റിസോർട്ട്. ഇത് നമ്മൾ ഗാർഡനിലോട്ടാണ് കയറുന്നത്. ഗാർഡൻ റിസോർട്ടിലോട്ടാണ് പോകുന്നത്. പട്ടായ നോങ് പട്ടായ ഗാർഡൻ റിസോർട്ട്. അതുകൊണ്ട് സൈഡിലൊക്കെ നോക്കണേ, എന്ത് കൗവൊക്കെ. അങ്ങനെ നമ്മളിങ്ങനെ സൈഡ് കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ബൊട്ടാനിക്കൽ ഗാർഡന്റെ സൈഡ് ก่อนแรกนะครับผมให้ลงถ่ายรูปนะครับสวยกระถางสวนกล้วยไม้นะครับมีนกแก้วมาคอนกช้างแต่รู้ด้านหน้าสุดเป็นที่อะไรครับปลาช่อนยักษ์อเมซอนนะครับ100 กิโลยาวเกือบ2 เมตรเลยจุดนี้เป็นจุดแรกลงถ่ายรูปก่อนนะครับโอเค first station you please go to inside Orchid Garden Monterey Garden and Botanical Garden take a photo no limit time นะ up to you share the bus at the bus next station ഇത് ചട്ടികളില്ലേ, ചട്ടി വെച്ച് ഓരോന്ന് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ. അതായത് ജീപ്പല്ല, ചട്ടി വെച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ആർക്കറിയാം.
അപ്പോൾ താഴത്തെ നമ്മളെ ഇവരെ കൊണ്ട് ഇറക്കിയിട്ട് കാര്യങ്ങൾ ഇവിടുത്തെ വ്യൂ എല്ലാം കണ്ടിട്ട് നമുക്ക് തിരിച്ച് കയറി അടുത്ത സ്റ്റേജിൽ പോകണം. Frog. Dinosaur, frog. What else we have? Monkey. Where is monkey? Monkey. That's not monkey. Panda. Kung Fu Panda. You know Kung Fu Panda? Yeah. Panda. കാഴ്ചകളാൽ സമ്പുഷ്ടമായ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ. Wow. എന്തായാലും എല്ലാം സൂപ്പർ അല്ലേ ചേച്ചി? ഇഷ്ടപ്പെട്ടോ? കൂടെ ചോദിക്കണം ഇഷ്ടപ്പെട്ടോ ഇല്ല അല്ലെങ്കിൽ. എൽവിൻ ഇതൊന്നും ഒറിജിനൽ അല്ലേ? ആനയോ? അപ്പൊ ഇവിടുത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി രക്ഷയില്ലാത്ത ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ്. എല്ലാം അടിപൊളിയായിട്ട് എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത് സെറ്റപ്പ് സൂപ്പറായിട്ടെല്ലാം. ഇത് ലേക്ക്. Go. Oh. Clap. Photo? Only baby only. Not for them? Baby elephant mandagi. How much for photo? How much? 100. For all? 1, 2, 3, 4. Okay. അപ്പൊ ആനയുടെ കൂടെ ഉള്ള ഫോട്ടോ എല്ലാം എടുത്തു. ഇനി അടുത്ത യാത്ര ഇനി എങ്ങോട്ടാ അറിയിച്ചോ? അപ്പൊ ഇനി അടുത്ത എക്സിറ്റിലോട്ടാണ്. ഇനി അടുത്ത നമ്മുടെ വണ്ടി കാത്തിരിക്കുന്നു. അവിടെ പോണം. എല്ലാം നോക്കിയാണോ? ഓ ജയന്റ് അറാപ്പാമ ഉണ്ട് ഇവിടെ കേട്ടോ. ഫീഡ് ദ ജയന്റ് അറാപ്പാമ. നോക്കട്ടെ. നെക്സ്റ്റ് ഇവിടെ ബിഗ് ഫിഷ് ഉണ്ട്. There is lot of fish over here. You see fish? വേണ്ട ബിഗ് അറാപ്പാമ ഉണ്ടെന്ന് പറയുന്നത്. ചൂണ്ടയിട്ട് വെച്ചിട്ട് ജിൻസി ബിഗ് ഫിഷ് ഉണ്ടോ ഷീന? വേണ്ടല്ലേ? Look at that. The other one. Oh. Wow. I wish I could swim in that. No. I'm going to giant golf field. It's over here though. Look. ആണോ ഫിഷിനെ ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫിഷിനെ ക്യാച്ച് ചെയ്ത്. Look at that. Yo.
See? കൊടുക്കുവാ. Yeah. You can feed them. Can we feed them? See, the other one. ജിൻസി അത് Yeah, we can see that. അതെന്തോ? മൊബൈല് അതാ പറഞ്ഞു. ഇതൊരു ബേബി ഡ്രോപ്പ് ചെയ്യുന്നതാണോ? ഫിഷ് കൊടുക്കുന്നത്? ഫിഷാ കൊടുക്കുന്നത്, ഫീഡ് ചെയ്യും. ഞാൻ ഫീഡ് ചെയ്തോട്ടെ. ജിൻസി അതിനെ കണ്ടോ, ബിഗ് ഉണ്ടോ? എത്ര പൈസയാ ഫീഡ് ചെയ്യാൻ? ഷീന വേണ്ട. Вот это рыба. Их здесь прикормили, вот они и все здесь. Алексея, собираемся ко мне. അവിടെ ഫീഡ് ചെയ്യാൻ എത്ര പൈസയാ? ഓക്കെ, ലെറ്റ്സ് ഗോ. രസമായിരുന്നു. ഇതിന് അരാപ്പാമ ജിഗാസ്, ഇതിന് മീനെ പിടിക്കാൻ വേണ്ടിയാ ആൾക്കാർ ഇഷ്ടം. നല്ല വേറെ ബിസിനസ്സാണ് ഇത്. അപ്പോൾ ഇനി അടുത്തത് ഡൈനോസറിൻ്റെ സ്കൾപ്ചേഴ്സ് ഒക്കെ വെച്ചേക്കാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ അടുത്ത വെയിലോട്ട് പോകാം. സൈറ്റ് വ്യൂയിങ് നടത്താൻ വേണ്ടിയുള്ള ഇതൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് വേണമെങ്കിൽ പോവാം. അപ്പം നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഷോ കാണാൻ പറ്റത്തില്ല, എലിഫൻറ്റ് ഷോ. അത് കാണാൻ വേണ്ടിയാണ്, അത് 1:30-ക്കാണ്. അപ്പോൾ അത് കാണണമെങ്കിൽ ഇത് മിസ്സാക്കേണ്ടി വരും, നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. ഡൈനോസർ വേൾഡ് ഇതെന്താണ് വീട്? വാവ്, സൂപ്പർ. ചിലതിനൊന്നും തല പോലും കിട്ടത്തില്ല, അത്ര ഹൈറ്റിലാണ് വെച്ചേക്കുന്നത്. ഷോ സൂപ്പർ ഷോ ആയിരുന്നു അല്ലേ? അതെ, ലാസ്റ്റ് നമ്മൾ ഇന്ത്യൻ ബോളിവുഡ് സോങ് ഉണ്ടായിരുന്നു അവസാനം. അപ്പം എല്ലാം റെക്കോർഡ് ചെയ്ത് നമുക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ
അടുത്ത നമ്മൾ എലിഫൻറ്റ് ഷോയിലോട്ടാണ് പോകുന്നത്. എലിഫൻറ്റ് ഷോ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് യാത്രയാവുകയാണ്. അടുത്ത ബുദ്ധാവ്യൂ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്. ഇവിടുത്തെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓവറോൾ സൂപ്പർ അല്ലായിരുന്നോ? ഉറക്കെ പറ, കേൾക്കുന്നില്ല. അടിപൊളിയായിരുന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ഒരു എലിഫൻറ്റ് ഷോ ഉണ്ടായിരുന്നു, അതെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ അവർ ഓർഗനൈസ് ചെയ്ത എല്ലാം സൂപ്പറായിരുന്നു അല്ലയോ? നമുക്ക് എല്ലാം അടിപൊളിയായിരുന്നു. ഇനി അടുത്ത പോയിന്റിലോട്ട് പോവാണ്. അടിപൊളി. അടിപൊളി. എലിഫൻറ്റ് ഷോ ഒക്കെ സൂപ്പറായിരുന്നു അല്ലയോ? എലിഫൻറ്റ് ഷോ എല്ലാം കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, അതിനകത്ത് കയറി ഇന്ത്യൻസിൻ്റെ തിരക്കുണ്ട് ഇവിടെ ഇല്ലയോ? ഇത് ഇന്ത്യൻസിൻ്റെ റെസ്റ്റോറൻ്റ്. നമ്മൾ ഇതിനകത്തല്ല, നമ്മുടെ പാക്കേജിൻ്റെ തിന്മകളായിട്ട് നമുക്ക് ഇതിനകത്തൊന്നും വലിയ പൈസ കൊടുക്കേണ്ട വന്നില്ല. അപ്പോൾ ഇനി ഫുഡ് കഴിക്കട്ടെ. ആകെ ടയേർഡായി. ഞങ്ങൾക്ക് ഇനി അടുത്ത പ്ലേസിലോട്ട് പോകണം. എന്ത് ബുദ്ധാബിയോ അവിടെ പോകണതിന്. ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ ഇവിടുത്തെ ഞങ്ങൾ യാത്ര കാര്യങ്ങളൊക്കെ കണ്ടു. സംഭവം ടോപ്പ് ക്ലാസ്. നമ്മൾ വൺസ് ഇൻ എ ലൈഫിൽ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് വന്ന് കാണാൻ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. സംഭവം സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. ഇനി ഇവിടുത്തെ നമ്മളിവിടെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യൻ ഫുഡ് റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു, അവിടുന്ന് ഫുഡും കഴിച്ച് ഇനി നേരെ പിന്നെന്തോ ബുദ്ധാവ്യൂ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെ എന്താ അറിയത്തില്ല, അതുകൊണ്ടാണ് പോകുന്നത്. അപ്പം ഇനി അവിടെ അങ്ങോട്ടാണ് അടുത്ത ഇത്. അപ്പം അവിടെ വെച്ച് കാണാം.